അപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാമിന് കഷ്ടിച്ച് 50 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളൊരു റിവിഷൻ പ്ലാനാണ്. ആദ്യം രാവിലെ തന്നെ കറണ്ട് അഫെയർസ് വെച്ചാണ് തുടങ്ങിയത്. മാർച്ച് മാസം മുതലാണ് ഉള്ള കറണ്ട് അഫെയർസ് വെച്ചാണ് തുടങ്ങിയത്. അത് നേരത്തെ പഠിച്ച് എഴുതി വെച്ചിരുന്ന നോട്ട്സ് റിവിഷൻ ചെയ്താണ് തുടങ്ങുന്നത്. ഏകദേശം കുറേ അത് റിവിഷൻ ചെയ്യാതിട്ടേക്കുമായിരുന്നു. അപ്പോൾ അത് കുറേ നേരം അത് തന്നെ റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സമയത്തെ റിവിഷന് ശേഷം അന്ന് പഠിച്ചതെല്ലാം എക്സാംസ് എഴുതാൻ നോക്കുകയാണ്. കറണ്ട് അഫെയർസ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എൻട്രി തന്നെയാണ്. എൻട്രിയുടെ പെയ്ഡ് ക്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. ക്വിസ് എടുത്തു, ഇന്ന് റിവിഷൻ ചെയ്തതിൻ്റെയൊക്കെ ക്വിസ് ചെയ്യുവാണ്. അത്യാവശ്യം എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ കൂടുതലും തെറ്റുന്നുണ്ട്. ആൻസർ എടുത്തപ്പോൾ 3 എണ്ണം തെറ്റിയിട്ടുണ്ട്. അത് നോക്കി ഏതാ മിസ്റ്റേക്ക് വന്നത് അത് നോട്ട് ചെയ്യുകയാണ്. തെറ്റിയ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. നെക്സ്റ്റ് ക്വിസ് ചെയ്ത് നോക്കിയിട്ട് അതും അതുപോലെ നോട്ട് ചെയ്യാണ്. ഏകദേശം ഉള്ള എല്ലാ ക്വിസുകളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
2025 മാർച്ച് മാസം 5-ാം തീയതി പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഓഫീസാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് അറിയാൻ പഠിക്കാനുള്ള നോക്കിയാൽ എല്ലാ ഫോർമാറ്റിലും ഫൈനലിൽ എത്തുന്ന ആദ്യ ക്യാപ്റ്റൻ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ RBI ആണ് പിന്നെ റിവിഷന് വേണ്ടി എടുത്തത്. ഇത് ഡിഗ്രി ലെവലിൻ്റെ നോട്ടാണ്. ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുള്ള നോട്ടായിരുന്നു ഇത്. സെക്രട്ടറി അസിസ്റ്റൻറ്റിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്. അവസാനം നൈറ്റായപ്പോൾ സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് നോക്കിയത്. അതും ഓൾറെഡി റിട്ടൺ നോട്ട്സ് മലയാളം 10th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഈ സെയിം നോട്ടാണ് ആർട്സ് സ്പോർട്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അധികം നേരം നൈറ്റ് ഇരിക്കാൻ പറ്റിയില്ല, മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് പെട്ടെന്ന് പോയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ നാളെ മുതൽ നോക്കി തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ഇത് മെയ് 1 വീഡിയോ ആണ്. അപ്പോൾ അന്ന് അത്ര മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നു.